തണ്ണിമത്തനേക്കാൾ നല്ലൊരു പഴം വേറെയില്ല. ആകെ ഭാരത്തിൻ്റെ 94% ജലാംശമുള്ള തണ്ണിമത്തൻ ശരീരത്തിന് മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അത്യുത്തമമാണ്. കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചർമ്മം പ്രായമാകുമ്പോൾ തടയുകയും ചെയ്യുന്ന വിറ്റാമിൻ സി തണ്ണിമത്തനിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. തണ്ണിമത്തൻ ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. 100 ഗ്രാം തണ്ണിമത്തനിൽ 30 കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. കഴിക്കുന്ന കലോറിയേക്കാൾ കൂടുതൽ കലോറി ദഹനത്തിലൂടെ കത്തിക്കുന്നതിനാൽ തണ്ണിമത്തൻ നെഗറ്റീവ് കലോറി ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപിൻ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയതിനാൽ ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഇതിൽ കാണപ്പെടുന്ന ഒരു പ്രധാന അമിനോ ആസിഡായ സിട്രലിൻ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നൈട്രിക് ഓക്സൈഡിൻ്റെ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കും. ഇത്രയേറെ ഗുണങ്ങളുള്ള തണ്ണിമത്തന് സീസൺ സമയത്ത് അധികം വിലയും ഉണ്ടാകാറില്ല. എന്നാൽ തണ്ണിമത്തൻ ദിവസവും കഴിക്കുന്നത് ചിലപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നിറവും തൂക്കവും ഭംഗിയും കൂട്ടുവാനായി വിപണികളിൽ എത്തിക്കുന്ന തണ്ണിമത്തനിൽ മായം കലർന്നിരിക്കാൻ സാധ്യതയുണ്ട്. കടും ചുവപ്പ് നിറം കൃത്രിമമായി കുത്തിവെച്ച് മൂപ്പെത്താത്ത തണ്ണിമത്തൻ വിപണിയിൽ എത്തുന്നുണ്ടെന്ന് പലപ്പോഴും വാർത്തകൾ വരാറുണ്ട്. കടയിൽ നിന്നും വാങ്ങിയ തണ്ണിമത്തൻ സുരക്ഷിതവും ആരോഗ്യപ്രദവുമാണോ എന്ന് എങ്ങനെ കണ്ടെത്താം? തണ്ണിമത്തനിൽ ഉപയോഗിക്കുന്ന ഏറ്റവും സാധാരണമായ മായം എറിത്രോസിൻ ബി എന്ന കൃത്രിമ നിറമാണ്. ഈ ചുവന്ന നിറമുള്ള രാസവസ്തു കുത്തിവെച്ചാൽ തണ്ണിമത്തൻ്റെ നിറം കൂടുകയും കൂടുതൽ കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. എറിത്രോസിൻ ബി കഴിക്കുന്നത് ഓക്കാനം, ഛർദി, വയറിളക്കം, വയറുവേദന, വിശപ്പില്ലായ്മ എന്നിവയ്ക്ക് നയിച്ചേക്കാം. ഇത് വന്ധ്യതയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. തണ്ണിമത്തനിൽ മായമുണ്ടോ എന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം തണ്ണിമത്തൻ 2 ഭാഗങ്ങളായി മുറിക്കുക. ഒരു കോട്ടൺ ബോൾ ഉപയോഗിച്ച് ഇതിൻ്റെ മാംസളമായ ഭാഗം തടവുക. കോട്ടൺ ബോൾ പെട്ടെന്ന് തന്നെ കടും ചുവപ്പ് നിറമാകുന്നുണ്ടെങ്കിൽ അതിൽ മായം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. കടയിൽ നിന്നും എങ്ങനെ നല്ല തണ്ണിമത്തൻ നോക്കി വാങ്ങാം? വൃത്താകൃതിയിലുള്ള തണ്ണിമത്തൻ നോക്കി വാങ്ങുക. നീളമേറിയവയ്ക്ക് രുചി ഉണ്ടാവുകയില്ല. പഴുത്ത തണ്ണിമത്തൻ്റെ പുറം തൊലിയിൽ എപ്പോഴും മഞ്ഞയോ ഓറഞ്ചോ നിറമോ ഉള്ള ചെറിയൊരു ഭാഗം കാണാം. വെള്ള നിറമുള്ള സ്പോട്ടുകൾ ഉണ്ടെങ്കിൽ മൂക്കാത്ത തണ്ണിമത്തനാണെന്നർത്ഥം.